ഇഫ്താറുകൾക്ക് യഥാർത്ഥത്തിൽ ഖുറാനിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹദീസുകളിലോ ഒന്നും ഇഫ്താർ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്റിങ്ങുകളൊന്നും ഇല്ലെന്നാണ്. അത് മതങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവാദങ്ങളെ, അതൊരു പരസ്പരമുള്ള ഉൾച്ചേരലുകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് ഇഫ്താറുകൾ രൂപപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ ഘട്ടം വരുന്നതോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാർ സ്കൾ ക്യാപ്പ് ധരിച്ചൊക്കെ വരുന്ന രീതി ആ സമയത്ത് രാജീവ് ഗാന്ധി സ്കൾ ക്യാപ്പ് ധരിച്ച് ഇരിക്കുന്ന കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരൊക്കെ നടന്നിട്ടുള്ള സാഹോദര്യ അല്ലെ, ശ്രീനാരായണ ദർശനവേദി നടത്തിയിട്ടുള്ള എന്നൊക്കെ പറയുന്നത് വേറെ രീതിയിൽ മോദി കാലത്ത് അതിലൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള സർക്കാർ നടത്തുന്ന ഇഫ്താറുകളിൽ ജമാഅത്ത് ഇസ്ലാമി വിളിക്കാറില്ല. കഴിഞ്ഞ ദിവസത്തെ ഇഫ്താറിൽ അവർ വിളിച്ചിട്ടില്ല. 2019 ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചിരുന്നു വിളിച്ചിരുന്നു, അപ്പോൾ അവർ വിളിച്ചിട്ടില്ല. ഇത് ഇഫ്താറുകളുടെ ഒരു കാലമാണ്, നോമ്പുകാലം. കഴിഞ്ഞ ദിവസം കേരള പത്രപ്രവർത്തക യൂണിയൻ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന എല്ലാ ഇഫ്താറുകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നുള്ളൊരു പൊതു ആഹ്വാനം. അത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ഈ ചരിത്രത്തിനിടയ്ക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ഇഫ്താർ ബഹിഷ്കരണ ആഹ്വാനം എന്നുള്ളത് നടക്കുന്നത്. ഇഫ്താർ ബഹിഷ്കരിക്കാറുണ്ടാവായിരിക്കും ആരെങ്കിലുമൊക്കെ, പക്ഷേ സാധാരണ രീതിയിൽ എത്ര വിരുദ്ധ അഭിപ്രായമുള്ളവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ഇടമായിട്ടാണ് സാധാരണ രീതിയിൽ ഇഫ്താറുകളെ കാണാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ആദ്യത്തെ ഇഫ്താർ എന്നുള്ളത് നോമ്പ് തുറ, ഏറ്റവും ആദ്യത്തെ ഇഫ്താർ നടക്കുന്നത് ചാലിയാർ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമുഖത്ത് വെച്ചാണ്. ആ സമരമുഖത്ത് ധാരാളം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു അത്ഭുതം തോന്നിയത് ആദ്യത്തെ നോമ്പ് തുറയാണ്. അതിനകത്ത് ധാരാളം മുസ്ലിം സ്ത്രീകൾ ആ തെരുവിൽ, സമര തെരുവിൽ പങ്കെടുക്കുകയുണ്ടായി. അത് ചാലിയാർ പെൺകുട്ടി കൊല്ലപ്പെട്ട് 2 വർഷം തികയുന്ന സമയത്ത് ഓർമ്മയും ഒരു സമരായുധമാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് സംഘടിപ്പിച്ചത്. ആ കുട്ടിയുടെ കുടുംബത്തിന് ആ കുട്ടിക്ക് ഒക്കെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രീതിയിൽ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള പോക്സോ കേസുകളുടെ കേരളത്തിലെ അനാവസ്ഥ, അത്തരം ഒരുപാട് കാര്യങ്ങൾ ആ വേദിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ 3:30-4 മണിയോട് കൂടി തുടങ്ങി, ഇഫ്താറോട് കൂടിയിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ ആ ഒരു ഇഫ്താറിൻ്റെ മുഖത്ത് ധാരാളം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലുള്ള ഫായിസ ഇഫ്താറിനകത്തുണ്ടായിരുന്നു. അങ്ങനെ പൊതുപ്രവർത്തകരുടെ കെ അജിത, പി ഗീത, സുൽഫത്ത്, ഉസ്മാൻ ജോസഫ്, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ആ ആദ്യത്തെ ഇഫ്താറിൽ ആ സമരമുഖത്ത് പങ്കെടുക്കണ്ടായി. അപ്പോൾ നമുക്കറിയാം ഈ KUWJ എന്ന് പറയുന്നൊരു പത്രപ്രവർത്തക യൂണിയൻ പക്ഷേ വളരെ പ്രോഗ്രസീവ് ആയി ചിന്തിക്കേണ്ടെന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ആഹ്വാനം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കറിയാം മാധ്യമത്തിൻ്റെ സമര ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇഫ്താറുകളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് മുഗൾ ഭരണകാലം മുതൽക്ക് തുടങ്ങുന്ന ഇഫ്താറുകളെക്കുറിച്ച് ഉള്ളൊരു ശരിക്കും ഒരു അന്വേഷണം എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് എങ്ങനെയാണ് ബാബു മനസ്സിലാക്കിയത്? പത്രപ്രവർത്തക യൂണിയൻ്റെ ഇഫ്താർ ബഹിഷ്കരണം ഞാൻ വിചാരിക്കുന്നവരെ ആലോചിക്കാതെ ചെയ്ത ഒരു കാര്യമാണെന്നാണ്. അതായത് ഒരു സമര രീതി എന്ന രീതിയിൽ അവരൊരു പക്ഷേ അതൊരു നല്ല സമരരീതിയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് വെച്ചതായിരിക്കാം. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇഫ്താറുകളുടെ ഒരു രീതി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്തായിരിക്കില്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ആണ് ഞാൻ കരുതുന്നത്. അത് നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ എങ്ങനെയാണ് ഇഫ്താറുകളെ എങ്ങനെ മനസ്സിലാക്കണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതെങ്ങനെ മനസ്സിലാക്കണം, ഇന്ത്യയിലെ പുതിയ കാലത്ത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഞാൻ ഇഫ്താറുകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളെയും, നമ്മൾ പഴയ സഹപ്രവർത്തകർ, പത്രപ്രവർത്തകരായിട്ടുള്ള സ്കോളേഴ്സിനെ ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചിരുന്നു. ശ്രീ ആറ്റുകോയ തങ്ങളെ പോലുള്ള ആളുകൾ, കെ അഷ്റഫിനെ പോലുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എന്താണ് ഇഫ്താറുകളെ കുറിച്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അവരിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ്താറുകൾക്ക് യഥാർത്ഥത്തിൽ ഖുറാനിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹദീസുകളിലോ ഒന്നും ഇഫ്താർ നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്റിങ്ങുകളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ദീർഘകാലത്തെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട്, അത് മതങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവാദങ്ങളെ, അതൊരു പരസ്പരമുള്ള ഉൾച്ചേരലുകൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് ഇഫ്താറുകൾ
രൂപപ്പെട്ടുള്ളത്. അപ്പോൾ അതിനാണെങ്കിൽ മതപരമായ ഒരു മതത്തിൻ്റെ അന്തസ്സത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ തന്നെ ഭക്ഷണം പങ്കിടുക, നോമ്പിൻ്റെ കാലത്ത് ഭക്ഷണം പങ്കിടുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് ഒരാൾ നോമ്പ് നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഒരാൾ നോമ്പ് തുറപ്പിക്കാനായിട്ട് ഭക്ഷണം നൽകുന്നത്. അപ്പം നോമ്പ് തുറപ്പിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതോ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻ്റർഫെക്റ്റ് ഡയലോഗിൻ്റെ ഭാഗമായിട്ട് ഒരു സമാധാനത്തിൻ്റെ ഒരു കാലത്ത് ഒക്കെ ചെയ്യുന്ന സമാധാനത്തെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ടും സൗഹാർദ്ദത്തെയും സാഹോദര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇഫ്താറുകൾ വളരെ പ്രധാനമാണ്. അതൊരു ഒരു പിൽക്കാലത്ത് രൂപം കൊണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മിയ നേരത്തെ പറഞ്ഞ പോലെ മുഗൾ കാലഘട്ടത്തിലും ഇഫ്താറുകൾ ഉണ്ടായിരുന്നു. നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഇത് പരിശോധിച്ചാൽ കൊളോണിയൽ കാലഘട്ടത്തിലെ ഇഫ്താറുകൾ സർക്കാരുകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് സർക്കാരുകളുടെ ഒരു ഇതിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം മോദി കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിലെ സർക്കാരുകളൊന്നും ഇഫ്താറുകൾ സംഘടിപ്പിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അതിലൊരിക്കലും ഇത്തരം ഇഫ്താറുകളൊന്നും സർക്കാരുകൾ നടത്തിയിരുന്നില്ല. എന്നാൽ 47 ഇന്ത്യ സ്വതന്ത്രമാകുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഭയങ്കരമായ കലാപങ്ങൾ ഉണ്ടാകുന്നു, കൂട്ടക്കൊലകൾ ഉണ്ടാകുന്നു, ഒരുപാട് ആളുകൾ അനാഥരാകുന്നു, ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ കൊല്ലയപ്പെടുന്നു, അങ്ങനെ പലതരം സംഗതികൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു അശാന്തിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് ആ കാലഘട്ടത്തിൽ ശക്തമായിരുന്നു. ഈ സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇഫ്താറുകൾ ആരംഭിക്കുന്നത്. ഇഫ്താർ, അതായത് നോമ്പ് കാലത്ത് ഇഫ്താർ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചിട്ട് ഇഫ്താറുകൾ ആരംഭിക്കുന്നത് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ്. സൗഹൃദം അതോടൊപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നേതാക്കന്മാർ, മുസ്ലിങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കൾ, ഇവരൊക്കെ വിളിച്ചു വരുത്തി ഒരു ഇഫ്താർ ആരംഭിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് പക്ഷേ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ്. അത് പൊതുവെ അത് വിലയിരുത്തപ്പെടുന്നത് സർക്കാരിന്റെ ഭാഗമായിട്ടല്ല, എങ്കിലും നെഹ്റു ആണ് അത് ചെയ്യുന്നത്. നെഹ്റു പൊതുവെ മതപരമായ കാര്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് കരുതുന്ന ആളാണെങ്കിലും അദ്ദേഹം കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചിട്ട് ഇഫ്താറുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു സൗഹാർദ്ദത്തിന്റെ ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് വളരെ പ്രധാനമാണ്. കാരണം ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരു അന്യതാബോധം നിലവിലുണ്ട്, ഒരു അപരത്വത്തിന്റെ ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്ത് ചേർത്ത് നിർത്തുന്നതിൻ്റെ കൂടെ ഒരു രാഷ്ട്രീയമായിട്ടായിരിക്കണം അദ്ദേഹം ഇഫ്താറുകൾ കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പോലത്തെ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായി. പിന്നീട് നമ്മൾ ഇഫ്താറുകൾ കാണുന്നത് 60കളിലാണ്. 60കളിൽ സർക്കാർ ഇഫ്താറുകളിലേക്ക് കടന്നു വരുന്ന 60കളിലാണ്. 60കളിൽ സക്കീർ ഹുസൈൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് രാഷ്ട്രപതി ഭവനിൽ ഒരു ഇഫ്താർ കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ഇഫ്താറിൻ്റെ ആദ്യത്തെ ഒരു ആള്. അപ്പോൾ 60 തൊട്ട് ഇഫ്താറുകൾ പല ആളുകളും നടത്തുന്നുണ്ട്, രാഷ്ട്രപതി ഭവൻ നടത്തുന്നു. കുറെ കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഒക്കെ ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയും ഈ ഇഫ്താറിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നെഹ്റുവിൻ്റെ ഇഫ്താറിനെ കുറിച്ചുള്ള ഒരു ആലോചനയും ഇന്ദിരാഗാന്ധി ആവുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇഫ്താറിനെ കുറിച്ചുള്ള ആലോചന രണ്ട് കാര്യങ്ങളാണ്. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ഇഫ്താറിനെ പങ്കെടുപ്പിക്കണം എന്നൊരു തീരുമാനമുണ്ട്. ആരൊക്കെ ആയിരിക്കും എൻ്റെ അതിഥികൾ എന്നൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം പലപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം പല പഠിതാക്കളും പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്ന ചില ലക്ഷ്യങ്ങളും, കുലീനരായ മുസ്ലിങ്ങളെ കൂടെ നിർത്തുക, വരേണ്യരായ മുസ്ലിങ്ങളെ കൂടെ നിർത്തുക, ചില രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കുക, ചിലരെ കൂടെ നിർത്തുക, പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ, ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ കൂടി ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധി ഇഫ്താറുകൾ ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇന്ദിരാഗാന്ധി മാത്രമല്ല, UP-യിൽ അധികാരത്തിലുണ്ടായ സംസ്ഥാന സർക്കാരുകളിലെ മുഖ്യമന്ത്രിമാർ ഇഫ്താറുകൾ നടത്തുന്നുണ്ട്, പല കീഴാള പാർട്ടികളിലെ നേതാക്കന്മാർ ഇഫ്താറുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൂടി ഇതിന് ആ സമയത്ത് കാണാൻ തുടങ്ങി. അപ്പോൾ അത് രാഷ്ട്രീയ പ്രക്രിയ മാത്രമായിരിക്കില്ല കേട്ടോ, അതൊരു എന്താ പറയുക, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തുക, പരമാവധി ഇൻക്ലൂസീവ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയും ഇന്ദിരാഗാന്ധിക്ക് ഇഫ്താറുകൾക്ക് ഉണ്ടായിരുന്നു. ഈ സമയത്ത് വേറൊരു കാര്യം ഉണ്ടായി. അതുവരെ ഒന്നും ഇഫ്താറുകളുടെ സമയത്ത് ഷെർവാണി ധരിക്കുക പോലെയുള്ള കാര്യങ്ങൾ, സ്കൾ ക്യാപ്പ് ധരിച്ചുകൊണ്ട് നേതാക്കന്മാർ വരുന്ന രീതിയൊന്നും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെഹ്റു ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഘട്ടം വരുന്നതോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാർ സ്കൾ ക്യാപ്പ് ധരിച്ചൊക്കെ വരുന്ന
രീതി ആ സമയത്ത് ഡെവലപ്പ്. രാജീവ് ഗാന്ധി സ്കൾ ക്യാപ്പ് ധരിച്ച് ഇരിക്കുന്ന, പിന്നെ ആ സമയത്ത് ഒരുപാട് ആളുകൾ സ്കൾ ക്യാപ്പുകൾ ധരിച്ചുകൊണ്ട് ഇഫ്താറുകൾ നടത്തിയ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഒരു രീതിയാണ്. പിന്നീട് അടിയന്തരാവസ്ഥയിൽ ഇഫ്താറിൻ്റെ രൂപത്തിൽ കുറച്ചുകൂടി മാറ്റം ഉണ്ടായി. അതിന് അടിയന്തരാവസ്ഥ കാലം നമുക്കറിയാം. ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത് മുസ്ലിം കേന്ദ്രങ്ങളെയാണ്. ഈ തുർക്ക്മാൻ ഗേറ്റ് പോലെയുള്ള സംഭവങ്ങൾ, ധാരാളം ചേരികൾ ഒഴിപ്പിക്കുന്ന പോലെയുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഇഫ്താറിന് പുതിയൊരു രീതി കടന്നു വന്നു. അതായത് തന്നിൽ നിന്ന് അകന്നു പോയ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവും കൂടി ഇന്ദിരാഗാന്ധിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി ഒരു ലക്ഷ്യം അകന്നു പോയ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ ഇഫ്താർ നടത്തുക. പക്ഷേ നമുക്കെല്ലാം ചരിത്രം നമുക്ക് അറിയാം, ഇന്ദിരാഗാന്ധിയുടെ ആ ഗിമ്മിക്കുകൾ പക്ഷേ ജനങ്ങൾ തള്ളിക്കളഞ്ഞ് അവർ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതാണ് ഒരു ഇഫ്താറിൻ്റെ ഒരു അടിയന്തരാവസ്ഥ വരെയുള്ള ചരിത്രം. പിന്നീട് വാജ്പേയി പ്രധാനമന്ത്രി ആവുന്നത് വരെ ഇഫ്താറുകൾ നടന്നിട്ടുണ്ട്, ഇന്ത്യൻ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. വാജ്പേയി ഒരു സ്കൾ ക്യാപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഫ്താറുകളെ ഒരു ഇന്ത്യൻ റിയാലിറ്റി ആയിട്ട് ഭരണവർഗങ്ങളും ഒക്കെ നടത്തുന്നൊരു രീതിയാണ്. അതിനുശേഷം ഇഫ്താറുകൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഒഴിവാകുന്ന ആദ്യത്തെ ഒരു ഘട്ടം നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് ഇഫ്താറുകൾ ഒഴിവാക്കി. അദ്ദേഹം അതിന് പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ ഇഫ്താർ വളരെ ചിലവേറിയൊരു ഏർപ്പാടാണ്. ഇത്രയും ചിലവേറിയ ഒരു ഏർപ്പാട് നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ആ പൈസ നമ്മൾക്ക് അനാഥ മന്ദിരങ്ങൾക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ചെലവഴിക്കുന്നതാണ് നല്ലതെന്നുണ്ട് ചെലവ് ചുരുക്കൽ പരിപാടി എന്നുള്ള രീതിയിൽ APJ അബ്ദുൽ കലാം ഇതങ്ങോട്ട് ഒഴിവാക്കി, ഇഫ്താറുകൾ ഒഴിവാക്കി. പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന രാഷ്ട്രപതിമാർ പ്രണബ് മുഖർജി വരെ പക്ഷെ ഈ ഇഫ്താറുകളെ പുനഃസ്ഥാപിച്ചു. നമുക്കറിയാം, ഈ മോദിയുടെ കാലത്ത്, മോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ച് 2-3 കൊല്ലം കൂടി പ്രണബ് മുഖർജി അധികാരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ മോദി അധികാരത്തിലിരിക്കുന്ന സമയത്ത് വരെ, വാജ്പേയിയുടെ സമയത്തും മോദി അധികാരത്തിന്റെ സമയത്തും ഈ പ്രണബ് മുഖർജി ഇരിക്കുന്നത് വരെ രാഷ്ട്രപതി ഭവനിൽ ഇഫ്താർ നടന്നിട്ടുണ്ട്. അപ്പോൾ APJ അബ്ദുൽ കലാം അത് ഒഴിവാക്കിയെങ്കിലും പ്രണബ് മുഖർജി അതിൻ്റെ അത് വേണ്ടതുണ്ട് എന്നുള്ള കാരണത്താൽ അത് ഒഴിവാക്കി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഇഫ്താറിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ 2014 ശേഷം വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഈ പ്രണബ് മുഖർജിക്ക് ശേഷം രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി നിയമിതനായി. അപ്പോൾ അദ്ദേഹം ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു. നമ്മളൊരു മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്ത് പൊതു കെട്ടിടങ്ങളിൽ മതപരമായ ചടങ്ങുകൾ പാടില്ല. ഇത് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് മന്ദിരം നമസ്കരിക്കണതും അവിടെ പൂജ നടത്തുന്നതും ഒരുപാട് ഹിന്ദു ആചാരങ്ങൾ, എല്ലാ കാര്യങ്ങളും ഹൈന്ദവ ആചാരങ്ങൾ നടത്തിയ. അപ്പോൾ മൂപ്പരുടെ ലോജിക്ക് ഇതാണ്, നമ്മൾ പൊതു കെട്ടിടങ്ങൾ ഇനി മുതൽ നമ്മൾ മതപരമായ ആചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മൂപ്പര് രാംനാഥ് കോവിന്ദ് ശേഷം ഇതുവരെയും രാഷ്ട്രപതി ഭവനിൽ ഇഫ്താറുകൾ നടന്നിട്ടില്ല. മോദി അധികാരത്തിൽ 2014 വരുന്നത്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇഫ്താറുകൾ പങ്കെടുക്കുകയോ ഇഫ്താറുകൾ ഹോസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ഇഫ്താർ നടത്തിയിട്ടില്ല, ഒരു ഇഫ്താറിലും പങ്കെടുത്തിട്ടില്ല. 2017 വരെ അദ്ദേഹം മാറ്റങ്ങളൊന്നും വരുത്താൻ ആവശ്യപ്പെട്ടിരുന്നില്ല പ്രണബ് മുഖർജിയോട്. പക്ഷെ രാംനാഥ് കോവിന്ദ് വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രപതി ഭവനിലും അതുപോലെ പ്രധാനമന്ത്രിയുടെ ഇഫ്താർ വിരുന്നുകളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അതാണ് ഒരു ഹിസ്റ്ററി. പക്ഷെ ഇതിലൊരു വേറൊരു തമാശ എന്താ വെച്ചാൽ 2018 വരെ കോൺഗ്രസ് സാധാരണ ഇഫ്താർ നടത്താറുണ്ട്. കോൺഗ്രസിന്റെ നേരത്തെ മുതലേ ജവഹർലാൽ നെഹ്റു തുടങ്ങി നടത്തിയിട്ടില്ല. 2018 കോൺഗ്രസ് ഇഫ്താർ നടത്തുന്ന പരിപാടി, ഒഫീഷ്യലി ഇഫ്താർ നടത്തുന്ന പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. അവർ പിന്നീട് ഇഫ്താർ നടത്തില്ല. അതിന്റെ കാരണങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്തായിരിക്കും കാരണം? അമ്മയുടെ അഭിപ്രായത്തിൽ വോട്ട് ബാങ്ക്. അതായത് എനിക്ക് തോന്നുന്നത് മോദിയുടെ കാലഘട്ടത്തിൽ ഇഫ്താറിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കാലം ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2018 ശേഷം ഇഫ്താറുകളിൽ ഇവർ പങ്കെടുക്കാനായി. പക്ഷെ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ബാബറി മസ്ജിദ് ഇഷ്യൂവിന് ശേഷം കേരളത്തിൽ ഇഫ്താർ ശരിക്കും അതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇഫ്താർ സാഹോദര്യം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വലിയ തോതിൽ ഇഫ്താറുകൾ നടക്കാൻ തുടങ്ങുന്നത്. 92 ശേഷം ഇന്ത്യയുടെ ഒരു അവസ്ഥ വേറെയാണല്ലോ. അപ്പോൾ അതിനുശേഷം കേരളത്തിലൊക്കെ ഇഫ്താറുകൾ കൂടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എല്ലാവരും ഇഫ്താറുകൾ നടത്തുന്നു, എല്ലാ സംഘടനകളും നടത്തുന്നു. പല ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരൊക്കെ നടന്നിട്ടുള്ള
സാഹോദര്യ അല്ലെ ശ്രീനാരായണ ദർശനവേദി നടത്തിയിട്ടുള്ള സാഹോദര്യ ഇഫ്താർ എന്നൊക്കെ പറയുന്നത് വേറെ രീതിയിൽ മോദി കാലത്ത് അതിലൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഇതില് വേറെ തമാശ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇതാണ് പറഞ്ഞത്, കേരള സർക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാരിന്റെ ഇഫ്താർ വന്നത്. 2019 വരെ ജമാഅത്ത് ഇസ്ലാമി CPM-ന് അൺഒഫീഷ്യലി ഒരു പിന്തുണ കൊടുത്തിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 2019 ശേഷം കേരള സർക്കാർ നടത്തുന്ന ഇഫ്താറുകളിൽ ജമാഅത്ത് ഇസ്ലാമിനെ വിളിക്കാറില്ല. കഴിഞ്ഞ ദിവസത്തെ ഇഫ്താറിൽ അവർ വിളിച്ചിട്ടില്ല. 2019 വരെ ഇഫ്താർ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചിരുന്നു, വിളിച്ചിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ടില്ല. അതിനുശേഷം മാധ്യമത്തിന് പത്താമവരായിരുന്ന അബ്ദുറഹ്മാൻ പ്രാവശ്യം വിളിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താറിലടക്കം ആരും വിളിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്കൊരു പക്ഷെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താറിൽ നമുക്കറിയാം അവിടുത്തെ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ള CPM-കാരെ വ്യാപകമായിട്ട് അവർ വിളിക്കാറുണ്ട്. ഇപ്രാവശ്യം കണ്ടില്ല കേട്ടോ. മറ്റൊരു രസകരമായ കാര്യം, കഴിഞ്ഞ വർഷം SDPI ഒരു ഇഫ്താർ നടത്തി. ഈ SDPIയുടെ ഇഫ്താറിൽ കോൺഗ്രസ്സുകാർ പങ്കെടുത്തു, കോൺഗ്രസ്സുകാർ CPI-കാർ പങ്കെടുത്തു. അപ്പോൾ മതരാഷ്ട്ര ഇതിനെതിരെ ഈ ED കേസിലുള്ള ഒരു പാർട്ടിയുടെ, നിരോധിക്കാൻ പോകുന്ന ഒരു പാർട്ടിയുടെ ഇഫ്താറിൽ CPI-യും കോൺഗ്രസും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ജന്മഭൂമി വലിയ വിവാദമാക്കിയത്. അതിൻ്റെ ഒരു സംഗതി കൂടി 2015 UP-യിൽ ജയിലുകളിൽ ഇഫ്താറുകൾ നടത്തി. 2015 SP അധികാരത്തിലിരിക്കുന്ന സമയത്ത്, സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്ന സമയത്ത് അവർ UP-യിൽ ജയിലുകളിൽ ഇഫ്താർ നടത്താനായിട്ട് തീരുമാനിക്കുകയും ആ സമയത്ത് കുറേ ജയിലുകളിൽ ഇഫ്താറുകൾ നടന്നിരുന്നു, ധാരാളം ജയിലുകളിൽ നടന്നിരുന്നു. അതൊരു കൂട്ടായ്മ ഉണ്ടാകുന്നതായിട്ട്. പക്ഷെ പിന്നീട് ജയിലുകളിൽ പുറത്തുനിന്ന് വർഷം കൊണ്ട് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫ്താറുകളെക്കെതിരെ BJP-യുടെ നേതൃത്വത്തിൽ നീക്കങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ ജയിലുകൾ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ശരിക്കും ഞാനിപ്പോൾ അത് റാസിഖ് റഹീമിന്റെ തടവറക്കാലത്തിനകത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ. അപ്പോൾ ആളവിടെയുള്ള സമയത്ത് റാസിഖ് റഹീമിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ കാലത്ത് വളരെ നല്ല രീതിയിൽ പുറമേയുള്ള ആൾക്കാരുടെ പിന്തുണയൊക്കെ നേടിക്കൊണ്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ അവിടെ ഇഫ്താറൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അത് സെൻട്രൽ ജയിലിൽ മറ്റേ പക്ഷേ പിന്നെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഹൈ സെക്യൂരിറ്റി ജയിലുകളിൽ ഇത്തരം ഇഫ്താറുകൾ നടത്തുന്നതിനുള്ള അനുമതിയില്ല. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് കിട്ടുന്ന റേഷനൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ചെറിയ തോതിൽ അവരുടെ നോമ്പ് വിശ്വാസികളെ സംബന്ധിച്ചുള്ള നോമ്പ് തുറക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഫുഡൊക്കെ വെച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ പുറത്ത് ഇപ്പോൾ കോഴിക്കോട് ജയിലിലൊക്കെ കുറേ തടവുകാരുള്ളതുകൊണ്ട്, പിന്നെ മുസ്ലിം തടവുകാർ കുറേ ഉള്ളതുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ പരപ്പന അഗ്രഹാര ജയിലിലാണ് ഒരുപാട് മുസ്ലിം തടവുകാർ അവിടെ ഉണ്ട്. അപ്പോൾ വലിയ പൈസ അതിനാവശ്യമാണ്. ഇപ്പോൾ സോൾഡാറ്റിയൊക്കെ വലിയ തുക അതിന് കൊടുക്കുന്നുണ്ടെന്നുണ്ട്. കാരണം ഒരുപാട് മനുഷ്യർ അവിടെ നോമ്പ് തുറക്കുക വെച്ചാൽ ജയിലിൽ കിടക്കുന്നതിൽ നല്ലൊരു ഭാഗം മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ നോമ്പ് തുറയും ഒക്കെ എല്ലാ ദിവസവും വേണമല്ലോ, നോമ്പ് എല്ലാ ദിവസവും തുറക്കണം. അപ്പോൾ വലിയ പിന്നെ പ്രയാസങ്ങളാണ് ഒക്കെ നേരിടണമെന്നാണ് പറയണത്. അതുപോലെ വേറൊരു കാര്യം കൂടി തിരിച്ചറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ണൂരും തൃശ്ശൂരും പിന്നെ ജയിലുകളിൽ പുറമേ സാധാരണ രീതിയിൽ മത ആചാരങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള ആളുകൾ, ഇപ്പോൾ പള്ളി പ്രാർത്ഥിക്കാനുള്ള അതുണ്ട്, പള്ളിയും അമ്പലവും അത്തരം സൗകര്യങ്ങളൊക്കെ ജയിലുകളിലുണ്ട്, സെൻട്രൽ ജയിലിലുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമേ നിന്നുള്ള ആൾക്കാരാണ് ശരിക്ക് ഈ ഇപ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ അവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പുറമേ നിന്ന് വരുന്ന നല്ല ആൾക്കാർ വന്നിട്ട് വേണം നേരെയാക്കി എടുക്കാൻ എന്നുള്ള നിലയ്ക്കാണ് പുറമേ നിന്നുള്ള ആൾക്കാരാണ് ശരിക്കും മത പണ്ഡിതരും ഒക്കെ ആയിട്ട് വരാറുള്ളത്. മതപരം അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അനുമതി കൊടുക്കുന്നില്ല അത്രേ. ജയിൽ സൂപ്രണ്ടിനാണ് ശരിക്കും ഇതിനുള്ള ഇത്. അപ്പോൾ പ്രധാന ജയിലുകളിലാണ് ഈ പിന്നെ ഇഫ്താർ എന്നുള്ള രീതിയിലൊക്കെ അല്ലെ വലിയ ഗംഭീരമായിട്ടൊക്കെ ഉള്ള നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളൂ. മറ്റ് ജയിലുകളിൽ എന്ന് പറയുന്നത് അവർ കിട്ടുന്ന ഇതേപോലെ സബ് ജയിലുകൾ അവിടെയൊക്കെ ചെറിയ രീതിയിലാണ് ഇത് നടക്കാറ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ കണ്ണൂരും അതുപോലെ തൃശ്ശൂരും ഒക്കെ ഇപ്പോൾ എന്നുള്ള സംഘടനകളിൽ ഇപ്പോൾ പിന്നെ ഇവിടെയൊക്കെ തൃശ്ശൂർ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ്. ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റാണ് അവിടെ ഫുഡൊക്കെ അല്ലെങ്കിൽ പല സാധനങ്ങളും സ്പോൺസർ ചെയ്യും, കൊണ്ടുവന്ന് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ വരാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു മുസ്ലിം സംഘടനകളെയും കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ജയിലുകളിലേക്ക് പ്രവേശനമില്ല എന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഏത് രീതിയിലാണെങ്കിലും അവരുടെ പ്രവേശനം, മുസ്ലിം സംഘടനകളുടെ പ്രവേശനം പൂർണ്ണമായിട്ട് തടയപ്പെട്ടിട്ടുണ്ട് കണ്ണൂരും തൃശ്ശൂരും ഉള്ള
സെൻട്രൽ ജയിലുകളിൽ എന്നുള്ളതാണ്. അത് റാസിഖ് റഹീമുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇഫ്താറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരത്തെ അമ്പി ചൂണ്ടിക്കാണിച്ച പോലെ 2014 ശേഷം ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് വിധിയൊക്കെ വന്നതിന് ശേഷം കുറേയും കൂടി ഹിന്ദുത്വവൽക്കരണം ശക്തമായതിനു ശേഷം കേരളത്തിൽ ഇഫ്താറുകളിൽ വേറൊരു രീതി കടന്നു വന്നിട്ടുണ്ട്. അതായത് ഒരു കീഴാള വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇഫ്താറുകൾ നടത്തുക എന്ന് പറയുന്നൊരു രീതി ഡെവലപ്പ് ചെയ്തു. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ തൃശ്ശൂർ തന്നെ എഴുത്തച്ഛൻ സമാജം, ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല എഴുത്തച്ഛൻ സമാജം പോലുള്ളൊരു ഒരു എക്സ്ക്ലൂസീവായിട്ട് എഴുത്തച്ഛന്മാരെ മാത്രമുള്ള സംഘടന കഴിഞ്ഞ വർഷം അവർ ഇഫ്താർ നടത്തിയിരുന്നു. ആ ഇഫ്താറിൽ ഞാൻ പങ്കെടുത്തിരുന്നു. സുദേശം രഘു, നമ്മുടെ സുഹൃത്തുക്കളെ സുദേശം രഘു പങ്കെടുത്തിരുന്നു. അങ്ങനെ പല ആളുകളും അവർ വിളിക്കാറുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വിളിക്കാറുണ്ട്, എല്ലാവരും നടത്തിയിരുന്നു. മറ്റൊന്ന് നേരത്തെ അമ്പി സൂചിപ്പിച്ച സംഘടനയാണ് ശ്രീനാരായണ ദർശനവേദി. അവരിതുപോലെ തന്നെ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ നിന്നുള്ള സംഘടനകൾ, KPMSന്റെ ആളുകൾ, SNDPയുടെ ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, SDPയുടെ ആളുകൾ, വെൽഫെയർ പാർട്ടിയുടെ ആളുകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ, ഇതൊക്കെ പറഞ്ഞ ജാതി യുക്തിവാദികൾ, ജാതി ഇല്ലാത്ത ആൾക്കാർ, മതമില്ലാത്ത ആൾക്കാർ, എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു ഇഫ്താർ അവർ നടത്തിയിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ഇഫ്താർ, രാഷ്ട്രീയ നോമ്പുതുറ എന്നൊക്കെ പറഞ്ഞാൽ ശ്രീജാതി ആറ്റിങ്ങരയുടെ നേതൃത്വത്തിലാന്ന് തോന്നുന്നു അത് ആഹ്വാനമൊക്കെ ഉണ്ടായത്. എന്തായാലും അത് വലിയ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമായിരിക്കും നോമ്പെടുക്കൽ, അതിൽ പിന്നെ ഇഫ്താർ നടത്തിയായിരുന്നു. അപ്പം അതൊരു വലിയൊരു സംഭവമായിട്ട് കേരളീയ സമൂഹത്തിൽ അത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ദിനത്തിലായിരുന്നു. അതാണ് ഒരു അതിനെതിരെയുള്ളൊരു അപ്പോൾ ഇസ്ലാമോഫോബിയക്കെതിരെ ഇഫ്താറുകൾ എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഒരു മുദ്രാവാക്യമായിട്ട് മാറിയിട്ട് അപ്പോൾ ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഫ്താറുകൾ ചെയ്തത്. ഇതോടൊപ്പം മറ്റൊരു കഴിഞ്ഞ വർഷം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് എനിക്ക് ജീവിക്കാൻ സമ്പത്ത് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ഒരു ഈഴവനായി എനിക്ക് അതാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാനടിയിൽ സജീവൻ എന്ന് പറയുന്ന ഒരാൾ വൈപ്പില്ലേ ഇഫ്താർ നടത്തിയിരുന്നു. അത് കുറേ ആളുകൾ വിളിച്ചിരുന്നു. അദ്ദേഹം അതിനെ പറഞ്ഞ അതൊരു രസകരമായ പല മത സാരവും ഏകം, മതമേതായാലും മനുഷ്യൻ നന്നായി മതി, ഇതായിരുന്നു ആ ഇഫ്താറിന്റെ മുദ്രാവാക്യം. അപ്പം അത് എങ്ങനെയാണ് ഈ ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിൻ്റെ ഒരു രീതിയാണ്. ഒരാളായ അദ്ദേഹത്തിൻ്റെ സന്താനത്തിന് ആവശ്യമായ പണം ലഭിച്ചത് ഒരു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണെന്ന് ഉള്ളൊരു ഇതിൻ്റെ പുറത്ത് ഒരു ഇഫ്താറിൽ നടത്തുകയും ആ ഇഫ്താറിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം വളരെ ഇസ്ലാമോഫോബിയുടെ കാലത്ത് വളരെ പ്രധാനമായിരുന്നു. എനിക്ക് ശ്രീനാരായണ ദർശനവേദി ഒരു പരിധിവരെ ആ സങ്കല്പത്തിലാണ് കടന്നു വരുന്നത്. അതുപോലെ കേരളത്തിൽ തന്നെ നമ്മളുടെ ഒരു സാമൂഹ്യ ഇഫ്താറായിട്ട്, മറ്റേ നേരത്തെ ഇന്ദിരാഗാന്ധിയൊക്കെ നടത്തിയിരുന്ന ഒരു രാഷ്ട്രീയ ഇഫ്താറായിരുന്നെങ്കിൽ ഇതൊരു സാമൂഹ്യ ഇഫ്താറായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇരുട്ടി മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രത്തിൽ അവർ കാലങ്ങളായിട്ട് ഇഫ്താർ നടത്തുന്ന ആളുകളാണ്. അതിൽ മലപ്പുറത്ത് പുന്നത്തല നരസിംഹമൂർത്തി മഹാവിഷ്ണു ക്ഷേത്രം, ഇവിടെ ഇഫ്താർ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ കണ്ടുവരുന്ന പ്രത്യേകത, ഇങ്ങനെ വിവിധ ഇതര മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇഫ്താർ നടത്തുമ്പോൾ സംഘപരിവാർ അതിനെ ഒരു വിവാദമാക്കി മാറ്റുകയും കോടതിയിൽ കേസിലൊക്കെ പോയി. അപ്പോൾ ഇരുട്ടി മുഴക്കുന്ന മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ കേസിൽ അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഉത്തരവ് വാങ്ങിക്കുകയൊക്കെയാണ് ചെയ്തത്. അവസാനം ഇവർക്ക് അനുകൂലമായി അത് ലഭിച്ചു നോക്കാൻ പാർക്കിംഗ് ഏരിയയിൽ മറ്റാണ് ഇഫ്താർ അവർ നടത്താൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇത് ലഭിച്ചിരുന്നു, എങ്കിൽ പോലും അവർ പിന്നീട് ഇഫ്താർ മാറ്റിവെച്ചു. അങ്ങനെയൊരു സംഗതികളുണ്ടായിരുന്നു. 1921 ഞാൻ ശ്രീ TK ആറ്റിക്കോയ, നമ്മുടെ സഹപ്രവർത്തനായ TK ആറ്റിക്കോയ അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. 1921 പോലും ഇഫ്താറുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഒരു സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം നമ്മുടെ കുഞ്ഞമുദാജിയുടെ വലങ്കൈ ആയിരുന്ന ഒരാളാണ് നാരായണൻ നമ്പീശൻ. ഈ നാരായണൻ നമ്പീശൻ ആ സമയത്ത് ഒരു ധനാഢ്യനാണ്. നമ്മുടെ ആ സമയത്ത് ഖിലാഫത്ത് കോടതിയുടെ അംഗമാണ്, അതിൽ മെമ്പറാണ് നാരായണൻ നമ്പീശൻ. അദ്ദേഹം ഇതേപോലെ ഇഫ്താറുകൾ നടത്തുകയും അതുപോലെ ചെറിയ തോതിലുള്ള ഈ പൊതുസദ്യകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പൊതുസദ്യ നടത്തുന്ന സമയത്ത് ദലിതരായ ആളുകൾ പുറത്ത് കാണുകയുണ്ടായി. അപ്പം അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതിലേക്ക് ഇരുത്തി ശരിക്കും പറഞ്ഞൊരു 1921 പന്തിഭോജനം എന്നുള്ള രീതി നമുക്ക് അതിന് കാണാൻ പറ്റും. അപ്പോൾ ഇഫ്താറുകൾ ആ അർത്ഥത്തിൽ 1921 പോലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ഇഫ്താറുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അല്ലാത്ത ഇപ്പോൾ ശ്രീനാരായണ ദർശനവേദി പോലെ പുറമേയുള്ള ധാരാളം പേര് ചെയ്യേണ്ടുന്ന ഒരു കാലമാണ്. ആ രീതിയിലേക്ക് പിന്നെ KUWJക്കൊക്കെ ഈ രീതിയിൽ എന്താ പറയുക സൗഹാർദ്ദ ഇഫ്താർ നടത്താൻ കഴിയട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ആ ഒരു കാലമാണിത്. അപ്പോൾ ഇഫ്താറുകൾ ഈ പറഞ്ഞ പോലെ ഒരു
സൗഹാർദ്ദങ്ങളുടെ പുതിയ അർത്ഥങ്ങൾ കൈവരിക്കുന്നുണ്ട് ഇഫ്താറുകൾക്ക്. പ്രത്യേകിച്ച് ഈ മോഡിയുടെ കാലത്ത് അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന വലിയ തോതിലുള്ള സംഘർഷങ്ങളുടെയൊക്കെ കാലത്ത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഇഫ്താറുകൾ ധാരാളം നടത്തപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇടങ്ങളിൽ ഇത് കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇഫ്താറുകൾ ബഹിഷ്കരിക്കേണ്ട ഒരു കാലമല്ലത്. ഇഫ്താറുകളിൽ കൂടിയിരിപ്പിൻ്റെ ഒരു കാലമാണ്. തീർച്ചയായിട്ടും അത് തുടർന്നു പോവുകയാണ് വേണ്ടത്.